ഈ കുട്ടി രാവിലെ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഗ്യാസ് പോയത് നമ്മുടെയാണ്. യുദ്ധം നടക്കുന്ന അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിൻ്റെ ഒരു മിസൈൽ പോലും മുറ്റത്ത് വീണില്ലെങ്കിലും അതിൻ്റെ ബലം അനുഭവിക്കുന്നത് നമ്മളാണ് എന്ന തരത്തിലാണ് ഈ ചെറിയ വായിൽ വലിയ വർത്തമാനമായി ഈ കൊച്ചു വന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ആ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിറച്ച കുറ്റിയാണ്, സീഡ് പൊട്ടിക്കാത്തൊരു കുറ്റിയാണ് ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു കാലിക്കുറ്റി കാണിക്കണമായിരുന്നു, അല്ലാതെ നിറച്ച കുറ്റിയും കാണിച്ചിട്ട് ഗ്യാസ് ക്ഷാമത്തെ പറ്റി പോസ്റ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും എയറിൽ പോകും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കുറേ കാലമായിട്ട് ഈ കുട്ടി ഇടുന്ന പോസ്റ്റുകളും മറ്റുമൊക്കെ കണ്ടിട്ട് അതിൻ്റെ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരുന്ന പല മുതിർന്ന ആളുകൾ പോലും ഇപ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും കയറി അങ്ങ് തലയിടുകയാണ് ഈ കൊച്ച്. ചായ കുടിച്ചോ? നമുക്കറിയാം ഇന്ത്യയുടെ കാരണം കൊണ്ടല്ല ഇവിടെ യുദ്ധം നടക്കുന്നതെന്ന്. ഇതിനോട് പ്രസക്തിയില്ല. പാചകവാതത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇവിടെ പിന്നെയും ഭേദമാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയൊക്കെ കാര്യം കടുകട്ടിയാണ്. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. അവിടെ വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ. അത്രയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പലപ്പോഴും ആളുകൾ വെറുതെ അങ്ങ് പാനിക്കാവുകയാണ്, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കുന്നതാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐയും ടീമും ഒക്കെ. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. അതായത് ചിലർക്കൊരു വിചാരമുണ്ട്, ടെലിവിഷൻ ചാനലിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പിന്നെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയണമെന്നൊക്കെ ഒരു ഷാഠ്യമാണ് അവർക്ക്. ഇത് ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇനി അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ മിനിമം ഒരു പോസ്റ്റ് ഇടുമ്പോൾ എയറിൽ പോവാതിരിക്കാനുള്ള സംഗതികളെങ്കിലും അതിൽ കാണണം. അല്ലെങ്കിൽ ഇതുപോലെ ആ പോസ്റ്റ് തെയ്യുക മാത്രമല്ല, വളരെ നിശിതമായ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കാലിയായ ഒരു കുറ്റിയും കൊണ്ടാണ് കാണിക്കുന്നതെങ്കിലൊക്കെ നമുക്കത് മനസ്സിലാക്കാം, അവർക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഇത് നിറകുറ്റി കൈയിരിക്കുന്നു, സ്വാഭാവികമായിട്ടും വേറൊരു കുറ്റി ഗ്യാസിൽ കണക്റ്റ് ആയിരിക്കും. അപ്പോൾ നിലവിൽ 2 കുറ്റിയുണ്ട്. 2 കുറ്റിയുള്ള ഒരാൾ ഗ്യാസ് ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അത് ഒരു അപഹാസ്യമായിട്ടുള്ള, സ്വയം അപഹാസ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി.